بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين ومن تبعهم بإحسان إلى يوم الدين. أما بعد، رسول الله صلى الله عليه وسلم നിയോഗിക്കപ്പെടുന്നതിന് മുമ്പ്, അതുപോലെ തന്നെ ജനിക്കുന്നതിന് മുമ്പും ഒക്കെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെക്കുറിച്ചുള്ള സന്തോഷ വാർത്തകൾ ഭൂമിയിൽ ഉണ്ടായിരുന്നു. ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ്, അല്ലെങ്കിൽ ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് ഇബ്രാഹിം അലൈഹിസ്സലാം ചെയ്ത ദുആ, ഈസ അലൈഹിസ്സലാം അറിയിച്ച സന്തോഷ വാർത്ത, അതുപോലെയുള്ള കാര്യങ്ങൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെക്കുറിച്ച് ഉണ്ടായിരുന്നത് നമ്മൾ കേട്ടു, വായിച്ചു. അടുത്ത അധ്യായമായി അശ്ശൈഖ് അബു ഉസാമ സലീം ഇബ്നു ഈദ് അൽ-ഹിലാലി, സലീം അൽ-ഹിലാലി ഹഫിളഹുല്ലാഹു തആല പറയുന്നത്, فيما وقع من الآيات ليلة مولده صلى الله عليه وسلم. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മൗലിദിൻ്റെ രാത്രി, മൗലിദിൻ്റെ രാവ്, നമ്മളെ നബിദിനല്ല, മറിച്ച് മൗലിദ് എന്ന് പറഞ്ഞാൽ എന്താണ്? ജനിച്ച ദിവസം അല്ലെങ്കിൽ ജനിച്ച രാത്രി. ആ രാത്രിയിൽ സംഭവിച്ച അത്ഭുതങ്ങൾ, അടയാളങ്ങൾ, റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ജനിച്ച ആ രാത്രിയിൽ ഉണ്ടായ സംഭവങ്ങൾ. عن عائشة رضي الله عنها قالت, عائشة رضي الله عنها പറയുകയാണ്, كان يهودي قد سكن مكة. ഒരു ജൂതൻ ഉണ്ടായിരുന്നു, മക്കയിൽ അയാളെ താമസമാക്കിയിരുന്നു. ഈ ജൂതന്മാർ അവർ മക്കയിലും മദീനയിലുമൊക്കെ താമസമാക്കിയത് വെറുതെ അല്ല. അവർക്കറിയാമായിരുന്നു അടുത്ത നബി ഇവിടെയൊക്കെയാണ് വരാനുള്ളത്, മക്കയിലാണ് വരാനുള്ളതെന്നും മക്കയിൽ നിന്ന് മദീനയിലേക്ക് നബി പലായനം ചെയ്യുന്നുവെന്നും ഒക്കെ ജൂതന്മാർക്ക് നല്ലവണ്ണം അറിയാമായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് അവരവിടെ താമസമാക്കിയത്. സൽമാനുൽ ഫാരിസി റളിയല്ലാഹു അൻഹുവിൻ്റെ സംഭവം നമുക്കറിയാം. സൽമാനുൽ ഫാരിസി റളിയല്ലാഹു അൻഹു ഒരു പുരോഹിതൻ്റെ അടുത്ത് പോയി, അടുത്ത പുരോഹിതൻ്റെ അടുത്ത് പോയി, അടുത്ത പുരോഹിതൻ്റെ അടുത്ത് പോയി, നല്ല ആളുകളെ തെരഞ്ഞു പിടിച്ചു പോയതാണ്. അന്ന് ക്രിസ്ത്യൻ മതമാണ്, അല്ലെങ്കിൽ ക്രിസ്ത്യാനികൾ എന്ന് അറിയപ്പെടുന്ന ആളുകളാണ് എന്ത് ചെയ്തത്? അന്ന് ഇസ്ലാം യഥാർത്ഥത്തിൽ കൊണ്ടു നടന്നിരുന്നത്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് ചെയ്തിട്ടില്ല? വന്നിട്ടില്ല. അന്ന് ദീനുൽ ഇസ്ലാമിനെ കൊണ്ടു നടക്കുന്ന ആരാണ്? നസ്രാനികളാണ്. അന്നത്തെ പുരോഹിതന്മാരാണ് എന്ത് ചെയ്യുന്നത്? അന്ന് ദീൻ പറയുന്നത്. അങ്ങനെ സൽമാനുൽ ഫാരിസി റളിയല്ലാഹു അൻഹു എന്ത് ചെയ്യാണ്? അതിലേറ്റവും ഉത്തമരായ ആളുകളെ അടുത്ത് എന്ത് ചെയ്യാണ്? പോവുകയാണ്. അങ്ങനെ അയാൾ മരിക്കാനാകുമ്പോൾ ഇനി ആരുടെ അടുത്ത് പോകും? ഇന്ന ആളുടെ അടുത്ത് പോകും. ഇന്ന ആളെ ലോകത്തിന് ജീവിച്ചിരിപ്പുള്ളൂ, ഞാൻ ഈ നിലകൊള്ളുന്ന നിലപാടിൽ ജീവിച്ചിരിക്കുന്നത് ആരാണ്? അമ്മൂരിയിൽ ഒരാളുണ്ട്, ഇന്ന സ്ഥലത്തൊരാളുണ്ട് എന്നൊക്കെ പറഞ്ഞേക്കുകയാണ് സൽമാനുൽ ഫാരിസി റളിയല്ലാഹു അൻഹു. അങ്ങനെ 2-3 പുരോഹിതന്മാരുടെ അടുത്ത് പോയി. അവസാനത്തെ പുരോഹിതൻ്റെ അടുത്ത് പോയപ്പോൾ, അതായത് അവരുടെ കൂടെ ജീവിക്കുകയാണ്, രക്ഷ കിട്ടണം, സ്വർഗത്തിൽ പോകണം, അതുകൊണ്ട് സത്യത്തിൻ്റെ ആളുടെ കൂടെ ജീവിക്കണം, ഇതാണ് സൽമാനുൽ ഫാരിസി റളിയല്ലാഹു അൻഹുവിൻ്റെ ഉദ്ദേശം. അങ്ങനെ അവസാനം ഒരു പുരോഹിതൻ അദ്ദേഹത്തിൻ്റെ അടുത്തും അദ്ദേഹം ജീവിച്ചുകൊണ്ടിരുന്നു. അങ്ങനെ ജീവിച്ച് അദ്ദേഹത്തിൻ്റെ മരണമെത്താറായപ്പോൾ ഈ പുരോഹിതനോട് ചോദിച്ചു, നിങ്ങൾ വളരെ നല്ലൊരു മനുഷ്യനായിരുന്നു, ഞാൻ നിങ്ങളുടെ കൂടിയത് ഇന്ന കാരണത്തിന് വേണ്ടിയാണ്, ഇപ്പോൾ ഇതാ നിങ്ങളുടെ അവസ്ഥ എന്താണ്? വളരെ കഷ്ടമാണ്, മരണത്തോടടുത്തിരിക്കുന്നു, ഇനി ഞാൻ ആരുടെ അടുത്തേക്ക് പോകണമെന്നാണ് നിങ്ങൾ പറയുന്നത്? അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞാൻ ഈ നിലകൊള്ളുന്ന നിലപാടിൽ ലോകത്തൊരാളുമുള്ളതായി എനിക്കറിയുകയില്ല. ലോകം മുഴുവൻ ഉള്ള മനുഷ്യന്മാരിൽ എൻ്റെ ഈ നിലപാടിൽ, അതായത് അന്നത് മുറുകെ പിടിക്കേണ്ട ദീനിൽ മുറുകെ പിടിക്കുന്ന ആരുമില്ല. ഇനി എന്താണുള്ളത്? ഇനിയൊരു നബി വരാനുണ്ട്, ഇനിയൊരു നബി വരാനുണ്ട്. എന്നിട്ട് എന്ത് ചെയ്യുകയാണ്?
മദീനയുടെ അടയാളങ്ങൾ ഓരോന്ന് പറഞ്ഞു കൊടുക്കുകയാണ്. യഥരിബ്, അതായത് ഈത്തപ്പനകളൊക്കെ കൊലച്ചു നിൽക്കുന്ന ആ സ്ഥലത്തേക്ക്. സൽമാനുൽ ഫാരിസി റളിയല്ലാഹു അൻഹു അവിടേക്ക് പോവുകയാണ്. ഏതുവരെ പറഞ്ഞു കൊടുത്തു? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പുറത്തൊരു പാടുണ്ട്, മുദ്രയുണ്ട്. ആര് പറഞ്ഞു കൊടുത്തു? ഈ പുരോഹിതൻ സൽമാനുൽ ഫാരിസി റളിയല്ലാഹു അൻഹു തന്നെ പറഞ്ഞു കൊടുത്തു. അതുപോലെ തന്നെ പറഞ്ഞു കൊടുത്തു, സദഖ ഭക്ഷിക്കൂല, ഹദിയ ഭക്ഷിക്കും, പറഞ്ഞു കൊടുത്തു. ഇതൊക്കെ ആര് പറഞ്ഞു കൊടുത്തു? ഈ ക്രിസ്തീയ പുരോഹിതൻ സൽമാനുൽ ഫാരിസി റളിയല്ലാഹു അൻഹു പറഞ്ഞു കൊടുത്തു. അപ്പോൾ അവർക്കിത് അറിയാമായിരുന്നു, അവരത് കാത്തിരിക്കുകയാണ്. തയ്യിബിയാഹു. അപ്പോൾ മക്കയിൽ ജീവിച്ചിരുന്നൊരു ജൂതനുണ്ടായിരുന്നു. യത്തജിറു ബിഹ, അവരവിടെ കച്ചവടം ചെയ്യുകയാണ്. فلما كانت الليلة التي ولد فيها رسول الله صلى الله عليه وسلم, അങ്ങനെ ആ ജൂതൻ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ജനിച്ച ആ രാവായപ്പോൾ, ആ രാത്രിയായപ്പോൾ, ജനിക്കുന്ന രാത്രിയായപ്പോൾ, ഖാല ഫി മജ്ലിസി ഖുറൈശിൻ, ഖുറൈശികളുടെ മജ്ലിസിലേക്ക് ഇയാൾ കയറി വന്നു. എന്നിട്ട് പറഞ്ഞു, യാ മഅശറ ഖുറൈശ്, ഖുറൈശികളെ, ഹൽ ഉലിദ ഫീകുമുൽ ലൈലത മൗലൂദ്, നിങ്ങളുടെ കൂട്ടത്തിൽ ഈ രാത്രി ഒരു ജനനമുണ്ടായിട്ടുണ്ടോ, ഒരു കുട്ടി ജനിച്ചിട്ടുണ്ടോ എന്ന് ഈ ജൂതൻ ചോദിച്ചു. ഫഖാല വല്ലാഹി മാ നഅലമു, അപ്പോൾ ഈ കൂട്ടർ ഖുറൈശികൾ പറഞ്ഞു, അല്ലാഹുവാണ്, ഞങ്ങൾക്കറിയില്ല, അങ്ങനെ ജനിച്ചിട്ടുണ്ടതായിട്ട് നമുക്കൊരു വിവരം കിട്ടിയിട്ടില്ല. ഖാല അല്ലാഹു അക്ബർ, അപ്പോൾ ഈ ജൂതൻ പറയാണ്, അല്ലാഹു അക്ബർ, അല്ലാഹു ആകുന്ന ഏറ്റവും വലിയവൻ. അമ്മാ ഇദ് അഖ്തഅതും, നിങ്ങൾക്ക് തെറ്റുപറ്റിയിട്ടുണ്ട്, നിങ്ങൾക്ക് തെറ്റുപറ്റിയിട്ടുണ്ട്. ആൾക്ക് ഉറപ്പാണെന്ത്? ഒരു കുട്ടി ജനിച്ചിട്ടുണ്ട് എന്നത് ആർക്ക് ഉറപ്പാണ്? ജൂതനക്ക് ഉറപ്പാണ്. പക്ഷെ നിങ്ങൾക്ക് തെറ്റിയിട്ടുണ്ട്. ഫലാ ബാസ്, പ്രശ്നമില്ല, നിങ്ങൾക്ക് തെറ്റുപറ്റിയതാണ്, പ്രശ്നമില്ല. ഉൻദുറു വഹ്ഫദു മാ അഖൂലു ലക്കും, നോക്ക്, ഞാൻ പറയുന്നത് ശ്രദ്ധിച്ച് കേട്ടത് ഹിഫ്ള് ചെയ്തോ, അത് മനപ്പാടം വെച്ചോ, മനസ്സിൽ വെച്ചോ. എന്താണത്? ഉലിദ ഫീകും ഹാദിഹിൽ ലൈലത നബിയ്യു ഹാദിഹിൽ ഉമ്മത്തിൽ അഖീറ, നിങ്ങളുടെ കൂട്ടത്തിൽ ഈ രാത്രിയിൽ അവസാനത്തെ ഉമ്മത്തിൻ്റെ നബി ജനിച്ചിട്ടുണ്ട്. ആര് പറയാണ്? ഈ ജൂതൻ പറയാണ്, നിങ്ങളുടെ കൂട്ടത്തിലാണ് ജനിച്ചിട്ടുള്ളത്. ബൈന കതിഫൈഹി അലാമ, ആ കുട്ടിയുടെ ഷോൾഡറുകളുടെ, രണ്ട് ഷോൾഡറിനിടയിൽ ഒരു അടയാളമുണ്ട്. ഫീഹാ ശഅറാത്തുൻ മുതവാതിറാത്തുൻ കഅന്നഹുന്ന ഉർഫു ഫറസിൻ, ഒരു കുതിരയുടെ കുഞ്ചിരോമം പോലെയുള്ള, ആ കുതിരൻ്റെ കഴുത്തിൽ ഇങ്ങനെ നേരെ രോമങ്ങളുണ്ടാവുമല്ലോ, അതേപോലെ ഇവിടെ എന്തുണ്ട്? ഇങ്ങനെ നേരെ രോമങ്ങളുണ്ട് എന്നാര് പറഞ്ഞു കൊടുക്കുകയാണ്? ജൂതൻ പറഞ്ഞു കൊടുക്കുകയാണ്. ലാ യർദഉ ലൈലതൈൻ, രണ്ട് രാത്രികൾ ആ കുട്ടി എന്ത് ചെയ്യൂല? പാല് കുടിക്കൂല. എത്രത്തോളം ജൂതന്മാർക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് അറിയാം. രണ്ട് രാത്രി പാല് കുടിക്കൂല, പുറത്ത് ഇങ്ങനെ അടയാളമുണ്ട്. എന്താണ് നമുക്കതിൽ നിന്ന് മനസ്സിലാവുന്നത്? മൂസ അലൈഹിസ്സലാം, ഈസാ അലൈഹിസ്സലാം അത്രമാത്രം വ്യക്തമായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് അവർക്ക് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. എന്നാൽ അവരതെന്ത് ചെയ്തു? അവരവരുടെ തൗറാത്തിൽ നിന്നും മറ്റൊക്കെ അത് മായ്ച്ചു കളഞ്ഞു. അവർക്കത് കൃത്യമായി അറിയാമായിരുന്നു. വദാലിക അന്ന ഇഫ്രീതൻ മിനൽ ജിന്നി അദ്ഖല ഇസ്ബഅഹു ഫീ ഫമിഹി, എന്താണ് ഈ പാല് കുടിക്കാതിരിക്കാൻ കാരണം? ജിന്നുകളിൽപ്പെട്ട ഒരു ഇഫ്രീത്ത് അവൻ എന്ത് ചെയ്തിട്ടുണ്ട്? അവൻ വായിൽ വിരൽ തരുകി വെച്ചിരിക്കുകയാണ്. അതുകൊണ്ടാണ് പാല് കുടിക്കാൻ പറ്റാത്തത്. ഫമനഅഹു റിദാ, അതിനാൽ തന്നെ അവൻ എന്ത് ചെയ്തിരിക്കുകയാണ്? പാല് കുടിക്കുന്നതിൽ നിന്നും തടഞ്ഞിരിക്കുകയാണ് ആ കുട്ടിയെ. ഫതസദ്ദഅൽ ഖൗമു അൻ മജ്ലിസിഹിം, ഇത് കേട്ടപാടെ ഈ കൂട്ടം ആളുകളെല്ലാവരും എന്ത് ചെയ്തു? മജ്ലിസിൽ നിന്ന് പുറത്തേക്ക് പോയി. ഈ ഭയങ്കരമായ കാരണം എന്താണ്? ഒരു നബിയാണ് ജനിച്ചിരിക്കുന്നത്, അത് നമ്മളുടെ കൂട്ടത്തിലാണ്. എല്ലാവരും മജ്ലിസിൽ നിന്നും പുറത്തേക്ക് പോയി. വഹും യതഅജ്ജബൂന മിൻ ഖൗലിഹി വഹദീഥി, ഇവൻ്റെ വർത്താനവും സംസാരമൊക്കെ കേട്ട് അത്ഭുതപ്പെട്ടിരിക്കുകയാണ് അവർ അത്ഭുതപ്പെട്ടുകൊണ്ട് പുറത്തുപോയി. ഫലമ്മാ സാറു ഇലാ മനാസിലിഹിം അഖ്ബറ കുല്ലു ഇൻസാനിൻ മിൻഹും അഹ്ലഹു ഫഖാലു ലഖദ്
അഖ്ബറ കുല്ലു ഇൻസാനിൻ മിൻഹും അഹ്ലഹു. അങ്ങനെ അവർ അവരുടെ വീട്ടിലെത്തിയപ്പോൾ എല്ലാവരും ഓരോരുത്തരുടെ അഹലിനോട് പറഞ്ഞു, ഓരോരുത്തരുടെ ഭാര്യമാരോട് പറഞ്ഞു, ഇന്ന് ഇങ്ങനൊരു സംഭവം ഉണ്ടായി, ഇന്ന് ഈ ജൂതം വന്നിട്ടുണ്ടായിരുന്നു, ഇങ്ങനെ പറഞ്ഞിരുന്നു, അങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞ് ആരോട് പറഞ്ഞു? ഭാര്യമാരോട് പറഞ്ഞു. ഭാര്യമാരോട് പറഞ്ഞപ്പോൾ ഫഖാലു, അവർ പറഞ്ഞു, ലഖദ് ഉലിദ ലി അബ്ദില്ലാഹി ഇബ്നു അബ്ദുൽ മുത്തലിബ് ഗുലാമുൻ സമ്മൂഹു മുഹമ്മദാ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇന്ന് അബ്ദുല്ലാഹിബ്നു അബ്ദുൽ മുത്തലിബിനൊരു കുട്ടി ജനിച്ചിട്ടുണ്ട്. ഈ രാത്രിയിൽ ഒരു കുട്ടി ജനിച്ചിട്ടുണ്ട്. ആ കുട്ടിക്ക് അവർ പേരിട്ടത് എന്താണ്? മുഹമ്മദ് എന്നാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഫൽതഖൽ ഖൗം, വാർത്തയറിഞ്ഞു, എല്ലാവരും വീടുകളിൽ നിന്നും കാര്യമറിഞ്ഞു, തിരിച്ചെല്ലാവരും ഒരുമിച്ച് കൂടി. ഇങ്ങനൊരു സംഭവം ഉണ്ടായിട്ടുണ്ട്. എല്ലാവരുടെ വീട്ടിൽ നിന്നും ഇതേ വാർത്തയാണ് അറിഞ്ഞത്. ഫഖാലു ഹൽ സമിഅ്തും ഹദീഥ ഹാദൽ യഹൂദി ബലഗകും മൗലിദ ഹാദൽ ഗുലാം. ഖുറൈശികൾ ചോദിച്ചു, നിങ്ങൾ കേട്ടില്ലേ ജൂതന്റെ വർത്താനം? നിങ്ങൾ കേട്ടില്ലേ? ആ കേട്ടു. നിങ്ങൾ കേട്ടില്ലേ കുട്ടി ജനിച്ച കഥ? നിങ്ങൾ കേട്ടില്ലേ? അതും കേട്ടു. അപ്പോ എന്ത് ചെയ്തു? ഫൻതലഖു ഹത്താ ജാഉൽ യഹൂദി. അവരെല്ലാവരും പുറപ്പെട്ടു. എല്ലാവരും കൂടെ ആരുടെ അടുത്തേക്ക് പോയി? നേരത്തെ പറഞ്ഞ ജൂതന്റെ അടുത്തേക്ക് പോയി. ഫഅഖ്ബറൂഹുൽ ഖബർ. അങ്ങനെ ഈ ജൂതനോട് കാര്യം അറിയിച്ചു. ഖാല ഫദ്ഹബൂ മഇ ഹത്താ അൻദുറ ഇലൈഹി. വാ, എൻ്റെ കൂടെ വാ, ഞാനൊന്ന് നോക്കട്ടെ, എൻ്റെ കൂടെ വരൂ, ഞാനൊന്ന് നോക്കട്ടെ. ഫഖറജൂ ബിഹി ഹത്താ അദ്ഖലൂഹു അലാ ആമിന. അങ്ങനെ ആമിനയുടെ അടുത്തേക്ക് ആരെ പ്രവേശിപ്പിച്ചു? ഈ ജൂതനെ പ്രവേശിപ്പിച്ചു. ഫഖാല അഖ്രിജി ഇലൈനാ ഇബ്നകി. അയാൾ പറഞ്ഞു, നിന്റെ മോനെ ഞങ്ങൾക്കൊന്ന് കാണിച്ചതാ. ഫഖറജത്ഹു. അപ്പോൾ കുട്ടിനെ അവർക്ക് കൊടുത്തു. വകശഫൂ ലഹു അൻ ളഹ്രി. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ കുട്ടിയായ ആ കുട്ടിയുടെ പുറം അവർക്ക് തുറന്നു കാണിച്ചു കൊടുത്തു. പുറം ഭാഗം തുണി മാറ്റി കൊടുത്തു. ഫറഅ തിൽക ശാമ. അപ്പോൾ അത് ആ അടയാളം അവിടെ കണ്ടു. ഈ ഉറുഫു ഫറസ്, കുതിരയുടെ കുഞ്ചിരോമം പോലെയുള്ള ആരവും അതുപോലുള്ള അടയാളവും അവിടെ ഈ ജൂതൻ കണ്ടു. ഫവഖഅൽ യഹൂദിയ്യു മഗ്ശിയൻ അലൈഹി. ഉടൻ തന്നെ ജൂതൻ ബോധം കെട്ട് താഴെ വീണു. ഉടൻ തന്നെ ജൂതൻ ബോധം കെട്ട് താഴെ വീണു. ഫലമ്മാ അഫാഖ ഖാലു വൈലക മാലക്. ഇയാൾ ബോധം തെളിഞ്ഞപ്പോൾ ഈ എല്ലാവരും കൂടെ ചോദിച്ചു, എന്താണ് പറ്റിയത്? നിനക്ക് എന്ത് സംഭവിച്ചത്? ഖാല ദഹബത് വല്ലാഹി അൻ-നുബുവത മിൻ ബനി ഇസ്രായീൽ. ആൾ പറഞ്ഞു, അല്ലാഹുവാണ്, ബനു ഇസ്രായേലിൽ നിന്ന് നുബുവത്ത് പോയി. ഇതുവരെ ബനു ഇസ്രായേലിലായിരുന്നു. ഇബ്രാഹിം അലൈഹിസ്സലാമിന് ശേഷം ഇസ്ഹാഖ് അലൈഹിസ്സലാമിന് ശേഷം ഇസ്ഹാഖ് അലൈഹിസ്സലാമിന്റെ വഴിയിലൂടെ ഇങ്ങോട്ടായിരുന്നു എന്ത് ചെയ്യുന്നത്? ഇതുവരെ നുബുവത്ത് ഉണ്ടായിരുന്നത്. അമ്പിയാക്കൾ എല്ലാവരും ഇസ്ഹാഖ് അലൈഹിസ്സലാമിന്റെ മക്കളിലൂടെയായിരുന്നു വന്നിരുന്നത്. ഇസ്മായിൽ അലൈഹിസ്സലാമിന്റെ മക്കളിലൂടെ നുബുവത്ത് ഉണ്ടായിരുന്നില്ല. എന്നാൽ ഇത്രയും കാലം നബിമാരുടെ ആളുകളായിരുന്ന ബനു ഇസ്രായേലിൽ നിന്നും ഇതാ നുബുവത്ത് പോയി എന്ന വിഷമമായിരുന്നു അയാളെ ബോധം കെടുത്തി വീഴ്ത്തിച്ചത്. അഫറഹ്തും ബിഹി യാ മഅശർ ഖുറൈശ്. എന്നിട്ട് പിന്നെ അടുത്ത ചോദ്യം എന്താണ്? നിങ്ങൾക്ക് സന്തോഷായോ ഖുറൈശികളെ? എന്താണ്? ജൂതനല്ലേ, ജൂതൻ്റെതായ സ്വഭാവം കാണിക്കണമല്ലോ. നിങ്ങൾക്ക് സന്തോഷമായോ? എന്നിട്ട് പറയുകയാണ്, അമാ വല്ലാഹി ലയസ്തുവന്ന ബികും സത്വ. നിങ്ങളെ അവൻ അടക്കി ഭരിക്കുക തന്നെ ചെയ്യും. യഖ്റുജു ഖബറുഹാ മിനൽ മശ്രിഖി വൽ മഗ്രിബ്. ആ കിഴക്ക് നിന്നും പടിഞ്ഞാറ് നിന്നും ഇവൻ നിങ്ങളെ അടക്കിവാണ കാര്യം കിഴക്കെന്നും പടിഞ്ഞാറെന്നും കേൾക്കേണ്ടി വരും. അതായത് അവർക്ക് നാണക്കേടാകുന്ന കോലത്തിൽ ആകും എന്നുള്ള രൂപത്തിൽ എന്ത് ചെയ്യാണ് ജൂതൻ പറയുകയാണ്. എന്തായാലും ഞങ്ങളിന്ന് പോയി, ഇനിയിപ്പോൾ നിങ്ങൾക്കും ഉപകാരപ്പെടണ്ട. അപ്പോൾ ഇതെന്താണ്? ഇത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജനിച്ച രാത്രിയിൽ നടന്ന ഒരു സംഭവമാണ്. ഇത് മക്കയിൽ നടന്ന സംഭവമാണ്. ഇനി മക്കയിൽ ഇത് സംഭവം നടക്കുമ്പോൾ ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞു തരിക, വകാന ഫിൻ നഫരി അല്ലദീ ഖാല ലഹുമുൽ യഹൂദി മാ ഖാൽ. ജൂതനി പറഞ്ഞ സംഭവങ്ങളൊക്കെ പറയുന്ന ആ സദസ്സിൽ ആരൊക്കെ ഉണ്ടായിരുന്നു? ഹിഷാം വൽ വലീദ് ഇബ്നുൽ മുഗീറ, മുസാഫിർ ഇബ്നു
أبي عمرو وعبيدة بن الحارث وعقبة بن ربيعة في نفر من بني عبد مناف وغيرهم من قريش. ഇവരൊക്കെ എന്തുണ്ടായിരുന്നു? അതിൻ്റെ ആ കൂട്ടത്തിൽ കേൾക്കാനായിട്ട് ഉണ്ടായിരുന്നു. عن حسان بن ثابت رضي الله عنه, حسان بن ثابت رضي الله عنه പറയുകയാണ്, قال والله إني لغلام يفعى, അള്ളാഹുവാണ് സത്യം, ഞാനൊരു ചെറിയ യുവാവായിരുന്നു, അതായത് യുവത്വത്തിൻ്റെ തുടക്കത്തിലാണ്. ഇബ്നു 7 സിനീൻ ഔ 8, 7 വയസ്സോ 8 വയസ്സോ, ആ ഒരു തുടക്കമായിട്ട് ചെറിയ കുട്ടിയാണ് ഞാൻ. ഇബ്നു അബി അംർ അഖലു കുല്ലമ സമിഅതു, ഞാൻ കേട്ടതൊക്കെ എനിക്ക് മനസ്സിലാവും. ചെറുതാണ്, പക്ഷെ എന്താണ് കേൾക്കണമൊക്കെ എനിക്ക് മനസ്സിലാവുന്നുണ്ട്. إذ سمعت يهوديا بأعلى صوته على أطمة بيثرب, യസ്രിബിലെ അതായത് മദീനയിലെ ഒരു കോട്ടയുടെ മുകളിൽ വെച്ച് ഒരു ജൂതൻ ഉറക്കെ വിളിച്ചു പറയുന്നത് ഞാൻ കേൾക്കുന്നുണ്ട്. ഒരു ജൂതൻ, ഇതെവിടെയാണ്? മദീനയിലാണ്. മക്കയിലെ സംഭവമാണ് നമ്മൾ കേട്ടത്. മദീനയിൽ ഒരു ജൂതൻ ഉറക്കെ വിളിച്ചു പറയുകയാണ്. എന്താണ്? യാ മഅശറ യഹൂദ്, അല്ലയോ ജൂത സമൂഹമേ, ഹത്താ ഇദാ ഇജ്തമഉ ഇലൈഹി, അവരെല്ലാവരും ഒരുമിച്ച് കൂടി. അവർ അയാളുടെ ശബ്ദം കേട്ട് ഒരുമിച്ച് കൂടി. ഖാലു ലഹു വൈലക മാലക്, എന്താണ് നിനക്ക് സംഭവിച്ചത്? എന്താണ് കാര്യം? എന്തിനാണ് ഈ ഒച്ചെടുക്കുന്നത്? ഖാല തലഅ അൽ-ലൈലത നജ്മു അഹ്മദ അല്ലദീ ഉലിദ ബിഹി, ഇന്നത്തെ രാത്രിയിൽ അഹ്മദിന്റെ നക്ഷത്രം അത് ഉദിച്ചിട്ടുണ്ട്. അഹ്മദ് ജനിച്ചതായ നക്ഷത്രം അത് ഉദിച്ചിട്ടുണ്ട് എന്നാര് പറയാണ്? ജൂതൻ പറയുകയാണ്. അപ്പോൾ അതും അവർക്ക് പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. സുബ്ഹാനല്ലാഹ്. അപ്പോൾ അവർ ഇത് കാത്തിരിക്കുകയായിരുന്നു. ഈ രാത്രിയിൽ സംഭവിച്ച സംഭവങ്ങളിൽ പെട്ടതാണ് അഹ്മദ്, അതായത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ജനിച്ചതായ നക്ഷത്രം. അല്ലാഹു അലം, അതിനെക്കുറിച്ച് നമുക്കെന്തില്ല, അറിയുകയില്ല. അതുപോലെ തന്നെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ജനിച്ച സംഭവം പോലും ജൂതന്മാർ അറിയുകയും അതുപോലെ തന്നെ അത് ഖുറൈശികൾ അറിയിക്കുകയും ചെയ്തു. സാധാരണ ഒരു ജനനം അല്ല. عن خالد بن معدان عن أصحاب رسول الله صلى الله عليه وسلم ورضي الله عنهم أنهم قالوا له أخبرنا عن نفسك. നേരത്തെ നമ്മൾ കേട്ട ഹദീസാണ്. ഖാലിദ് ബിൻ മഅദാൻ റഹിമഹുല്ലാ, അദ്ദേഹം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഹാബത്തിൽ നിന്നും റിവായത്ത് ചെയ്യുന്നു. അവർ പറഞ്ഞു, ഞങ്ങൾക്ക് താങ്കളെക്കുറിച്ച് പറഞ്ഞു തരൂ. അള്ളാഹുവിൻ്റെ റസൂലിനോട് അവർ പറഞ്ഞു, ഞങ്ങൾക്ക് താങ്കളെക്കുറിച്ച് പറഞ്ഞു തരൂ. ഖാല നഅം, അതെ, ഞാൻ പറഞ്ഞു തരാം. അന ദഅവതു അബി ഇബ്രാഹിം, ഞാൻ ഇബ്രാഹിം അലൈഹിസ്സലാമിൻ്റെ വാപ്പയുടെ ദുആ ആണ്. വബുശ്റ ഈസ അലൈഹിസ്സലാം, ഈസ അലൈഹിസ്സലാം സന്തോഷ വാർത്ത അറിയിച്ച സന്തോഷ വാർത്തയാണ് ഞാൻ. വറഅത് ഉമ്മി ഹീന ഹമലത് ബി അന്നഹു ഖറജ മിൻഹാ നൂർ, എൻ്റെ ഉമ്മ എന്നെ ഗർഭം ചുമന്നപ്പോൾ അവളിൽ നിന്നും ഒരു പ്രകാശം ഉയർന്നതായി പുറപ്പെട്ടതായി അവർ കണ്ടു. അദാഅത് ലഹു ഖുസൂറു ശ്യാം, ഷാമിലെ കൊട്ടാരങ്ങൾ അതിനാൽ വെളിച്ചമുള്ളതായി മാറി, അല്ലെങ്കിൽ അതിനാൽ തിളങ്ങി ആ പ്രകാശത്താൽ എന്ന് അവർ കാണുകയും ചെയ്തിട്ടുണ്ട്. എന്നാൽ അമ്മാ ദുക്കിറ മിൻ ഇർതിജാസി ഈവാനി കിസ്റ, എന്നാൽ കിസ്റയുടെ കൊട്ടാരം അത് വിറച്ചു എന്ന് പറയപ്പെട്ടിട്ടുണ്ട്. വസുഖൂത്തി ഷുറഫാത്ത്, അതുപോലെ തന്നെ ആ കൊട്ടാരത്തിൻ്റെ മട്ടുപ്പാവുകൾ, ബാൽക്കണികൾ അത് തകർന്നു വീണു. അതുപോലെ തന്നെ ഹുമൂദു നീറാനിൽ മജൂസ്, മജൂസികളുടെ തീ, അവർ എന്നെന്നും കാത്തു സൂക്ഷിച്ചിരുന്ന തീ, അത് കെട്ടുപോയി. വഅന്നഹു ഉലിദ മഖ്തൂനൻ, അതുപോലെ തന്നെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ചേലാകർമ്മം ചെയ്യപ്പെട്ടവനായിട്ടാണ് ജനിച്ചത്. വഗൈറു ദാലിക മിന ദിലാലാത്ത്, അതിൽ വറുയൽ മുബിദാൻ, അതുപോലെ തന്നെ മൂബിദാൻ എന്ന് പറയുന്ന ഒരാൾ അവിടുത്തെ ഭരണാധികാരിയോ അതുമായി ബന്ധപ്പെട്ട ആളാണ്. ആ ഭരണാധികാരി, ആ ആൾ ഒരു സ്വപ്നം കണ്ടു. ആ സ്വപ്നം എന്താണ്? സ്വപ്നത്തിൻ്റെ കഥ എനിക്ക് ഓർമ്മയില്ല, പക്ഷെ ഒരു പ്രാവശ്യം എന്താണ് വായിച്ചത്, പക്ഷെ മറന്നുപോയി.
എന്തായാലും അയാളൊരു സ്വപ്നം കണ്ടതുമായി ബന്ധപ്പെട്ട കാര്യം ഇതൊന്നും എന്തല്ല. അതുപോലെ തന്നെ നേരത്തെ പറഞ്ഞ ചേലാകർമ്മം ചെയ്യപ്പെട്ടവനായിട്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജനിച്ചത്. ഇതൊന്നും സ്ഥിരപ്പെട്ടിട്ടില്ല. ഇതൊന്നും സ്വഹീഹായ ഖബറുകൾ കൊണ്ട് അല്ലെങ്കിൽ വാർത്തകൾ കൊണ്ട് ഹദീസുകൾ കൊണ്ട് ഒന്നുകൊണ്ട് സ്ഥിരപ്പെട്ടിട്ടില്ല. ഇതിങ്ങനെ പറഞ്ഞ് അങ്ങനെ വരുന്നത് മാത്രം. സ്ഥിരപ്പെട്ടത് ഇതൊന്നും സ്ഥിരപ്പെട്ടിട്ടില്ല, മറിച്ച് സ്ഥിരപ്പെട്ട ചില കാര്യങ്ങളാണ് പറഞ്ഞത്. ഫലാ യസിഹു മിൻഹാ ശൈഉൻ, അതിൽ നിന്നൊന്നും തന്നെ സ്ഥിരപ്പെട്ടിട്ടില്ല. വല്ലാഹു തആല അലം. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.